ഹലോ, വെൽക്കം ടു MCS. ഇന്നത്തെ വിഷയം സമ്പാദ്യം എന്ന ശീലവും അതിൻ്റെ പ്രായോഗികതയുമാണ്. സമ്പാദ്യം എന്നത് തീർച്ചയായും ഒരു ശീലം തന്നെയാണ്, മറ്റെല്ലാ ശീലങ്ങളും പോലെ. ഉദാഹരണമായി എക്സസൈസ് ചെയ്യുക, നേരത്തെ എണീക്കുക, നേരത്തെ കിടക്കുക, അതുപോലുള്ള നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല ഹാബിറ്റ്സ് അഥവാ ശീലമായി സമ്പാദ്യത്തെ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വളരാൻ കഴിയും. അങ്ങനെ വളർന്ന് സാമ്പത്തികമായി ഒരുപാട് ഉന്നതിയിലേക്ക് എത്താൻ എല്ലാവർക്കും കഴിയും, സാധാരണക്കാർക്ക് പോലും. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമ്മളുടെ ജീവിത അനുഭവങ്ങളോ അതല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങളോ ആണ്. തീർച്ചയായും നിങ്ങൾക്കും ഇത് ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ സാമ്പത്തികമായി നിങ്ങൾ വളരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, വരുമാനം കിട്ടിയ ഉടനെ അഥവാ സാലറി ആണെങ്കിൽ സാലറി കിട്ടിയ ഉടനെ, ദിവസക്കൂലിയാണ് ദിവസക്കൂലി കിട്ടിയ ഉടനെ, അതല്ല ബിസിനസ്സിൽ നിന്നുള്ള വരുമാനമാണെങ്കിൽ അത് കിട്ടിയ ഉടനെ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിലയ്ക്ക് ക്യാഷ് കിട്ടിയ ഉടനെ നിക്ഷേപിക്കേണ്ട തുക മാറ്റിവെച്ച് ബാക്കിയുള്ള തുക മാത്രം ജീവിത ചിലവിന് വേണ്ടി ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മാറ്റിവെച്ച തുക നിക്ഷേപിച്ച് വളർന്ന് വലിയ തുകയായി മാറി സാമ്പത്തികമായി നമ്മൾ വളരെ ഉയർന്നു വരുന്നതായിരിക്കും. ഇത്തരത്തിൽ എവിടെ നിക്ഷേപം നടത്തണം, എത്ര തുക മാറ്റിവെക്കണം, എത്ര ശതമാനം നമ്മുടെ വരുമാനത്തിൻ്റെ എത്ര ശതമാനം നിക്ഷേപിക്കണം, അതല്ലെങ്കിൽ എത്ര ചിലവഴിക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ ഈ ചാനലിൽ തുടർന്ന് വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും. സമ്പാദ്യത്തിൻ്റെ പ്രായോഗികത എന്ന് പറയുമ്പോൾ പലരും കരുതുന്നത് സമ്പാദിക്കുക എന്നുള്ളത് സാമ്പത്തികമായി ഒരുപാട് സ്വത്തുള്ള അല്ലെങ്കിൽ പണക്കാർക്ക് മാത്രമുള്ള ഒരു കാര്യമാണെന്നാണ്. അതൊരു തെറ്റായ കാഴ്ചപ്പാടാണ്. ഏതൊരു സാധാരണക്കാരനും ചിട്ടയായ ജീവിത രീതിയിലൂടെ അഥവാ അച്ചടക്കത്തോടുള്ള നിക്ഷേപങ്ങൾ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും സാമ്പത്തികമായി പടിപടിയായി വളരാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികമായി വളരണമെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മനസ്സും ശരീരവും അർപ്പിച്ച് ക്ഷമയോടുകൂടി ലക്ഷ്യത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും വിജയിക്കും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന പലരും തുടക്കത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തെറ്റായ കാര്യം കൂടുതൽ ആദായം അല്ലെങ്കിൽ നേട്ടം നൽകാമെന്നുള്ള വാഗ്ദാനങ്ങളിൽ വീണ് റിസ്ക് കൂടിയ അഥവാ ചിലപ്പോൾ തട്ടിപ്പും വെട്ടിപ്പുമായ പല നിക്ഷേപത്തിലും ക്യാഷ് പോകുന്നത്. ഉദാഹരണമായി MLM, മണി ചെയിൻ, അതുപോലുള്ള ലോക്കലായിട്ടുള്ള പല നിക്ഷേപ അല്ലെങ്കിൽ ഫേക്കായിട്ടുള്ള നിക്ഷേപങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഭവിക്കാറുണ്ട്, ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിക്ഷേപിക്കുമ്പോൾ തീർച്ചയായും വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അത് വളരുന്നതായിരിക്കും. അതൊരു ക്രമമായി റെഗുലറായി ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തികമായി ആർക്കും ഉയരാനും വളരാനും കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും സാമ്പത്തികമായി വളർന്ന് ഉയർന്ന ലെവലിൽ എത്തട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.